ബിനോയ് തോമസ് എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റിൻ്റെ ഒരു കുറിപ്പ് കാണാൻ ഇടയായി. ആ കുറിപ്പിനോടൊപ്പം അദ്ദേഹം ഒരു വീഡിയോയും ഷെയർ ചെയ്തിട്ടുണ്ട്. ആ കുറിപ്പ് ആദ്യം വായിക്കാം. ഗുജറാത്ത് കലാപത്തിൻ്റെ പോസ്റ്റർ ബോയ് ആയിരുന്നു അശോക് പാർമറിനെ ഓർമ്മയില്ലേ? പാമറിൻ്റെ ഇപ്പോഴത്തെ ജീവിതമാണ് അശോക് പാർമർ. അദ്ദേഹം പറയാണ്, രാമഭക്തർക്ക് വേണ്ടി ഞാൻ കാണിച്ച ആ കോപവും ആക്രോശവും ഉണ്ടല്ലോ, ആ ഹിന്ദുമതത്തിൻ്റെ കരാറുകാർ ഒരിക്കലും എന്നെ സഹായിച്ചിട്ടില്ല. ആരും എനിക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്തിട്ടില്ല. ഇന്നും ഞാൻ അഹമ്മദാബാദിലെ ഫുട്പാത്തിൽ അധ്വാനിച്ചാണ് കഴിയുന്നത്. രാത്രി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കും, എന്നിട്ട് റിക്ഷയിൽ കിടന്നുറങ്ങും. താമസിക്കാൻ വീട് പോലുമില്ല. അശോക് പാർമർ പാട്ട് പാടുന്നു. താമസിക്കാൻ വീടില്ല, കഴിക്കാൻ എപ്പോഴും കയ്യിൽ പണമുണ്ടാകില്ല. പണമുള്ളപ്പോൾ ഹോട്ടലിൽ പോയി കഴിക്കും. അഭിമുഖം നടത്തുന്ന ആൾ ചോദിക്കുകയാണ്, നോക്കൂ, 2002 ഗുജറാത്ത് കലാപത്തിൽ ഹിന്ദുത്വത്തിൻ്റെ മുഖമായി ചിത്രീകരിക്കപ്പെട്ട വ്യക്തിയാണിത്. ദളിത് സമൂഹത്തിൽ നിന്നുള്ളവർക്ക് അവരിൽ നിന്ന് കിട്ടുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ പാർമറുടെ മറുപടി, ഞാൻ അത്തരക്കാരനായിരുന്നില്ല, അവർ എന്നെ അങ്ങനെ ആക്കി തീർത്തതാണ്. ആ സമയത്ത് ഞാൻ എന്നെ തന്നെ ഒരു ഹിന്ദുവായാണ് കരുതിയിരുന്നത്. അപ്പോൾ അഭിമുഖം നടത്തുന്ന ആൾ ചോദിക്കുന്നു, ഇപ്പോഴോ? മറുപടി, ഇപ്പോൾ ഞാൻ എന്നെ ഒരു ഹിന്ദുവായല്ല കരുതുന്നത്. കാരണം ഹിന്ദുമതത്തിൽ ഇന്നും ഞങ്ങൾക്ക് യാതൊരു ബഹുമാനവും ലഭിക്കുന്നില്ല. മാധ്യമങ്ങളാണ് എന്നെ ഹിന്ദുത്വത്തിൻ്റെ പോസ്റ്റർ ബോയി ആക്കി മാറ്റിയത്. എൻ്റെ ചിത്രം ഇതുപോലെ ഹിന്ദുത്വത്തിൻ്റെയോ ഗുജറാത്തിൻ്റെയോ മുഖമായി മാറുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. പക്ഷേ ഗുജറാത്തിൽ എനിക്കൊരിക്കലും ഒരു അംഗീകാരവും ലഭിച്ചില്ല. അഭിമുഖം നടത്തുന്ന ആൾ, താങ്കൾ ബാബാ സാഹിബ് അംബേദ്കറെ വിശ്വസിക്കുന്നുണ്ടോ? അശോക് പാർമർ, പിന്നെന്താ, ബാബാ സാഹിബിനെ പോലെ ഞാൻ ബഹുമാനിക്കുന്നു. അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ ഭരണഘടന നിർമ്മിച്ച വ്യക്തിയാണ്. അദ്ദേഹം നമ്മുടെ എല്ലാ അവകാശങ്ങളും ഉറപ്പുവരുത്തി. പക്ഷേ ഇന്നും ആ അവകാശങ്ങൾക്കിടയിലും ഞങ്ങൾക്ക് മതപരമോ സാമൂഹികമായ അവകാശങ്ങൾ ലഭിക്കുന്നില്ല എന്നതാണ് സത്യം. ഗുജറാത്തിലെ 2 മുഖങ്ങളായിരുന്നു അശോക് പാർമറും കുത്തുബുദ്ദീൻ അൻസാരിയും. രൗദ്രതയുടെയും ദയനീയതയുടെയും 2 മുഖങ്ങൾ. അവരുടെ വിശേഷങ്ങൾ പൂനെ മിററിൽ മാസങ്ങൾക്ക് മുമ്പ് വന്നിരുന്നു. അതാണ് ഈ കുറിപ്പ്. ദേ അശോക് പാർമറിൻ്റെ ഇൻ്റർവ്യൂ കണ്ടോളൂ. हिंदू धर्म के ठेकेदारों ने कभी मेरा कोई मदद नहीं की और ना ही कभी किसी ने मेरा कोई विकास भी नहीं हुआ है। आज भी मैं अहमदाबाद में फुटपाथ पे कमाता हूँ, रात को होटल में खाना खाता हूँ और एक ऑटो में सो जाता हूँ। रहने को घर नहीं, सोने को बिस्तर नहीं, अपना खुदा है रखवाला, अब तक उसी ने है पाला। कौन सा हाल है? रहने के लिए घर नहीं है, हाँ, खाने को सही से अनाज नहीं है, हाँ, खाने का पैसा कभी होता नहीं है तो होटल में नामे में खाता हूँ। ऑटो रिक्शा में भाई साहब ये सोते हैं, रात को ऑटो में सोता हूँ। और देखिए यही व्यक्ति हैं जो उस समय 2002 में गोंधरा कांड में ये हिंदुत्व के पोस्टर बॉय थे। ये हालत इनकी है। ये जब भी दलित समाज के लोग, मैं था नहीं, मुझे बना दिया गया। हिंदुत्व का चेहरा बनेगा दलित समाज के लोग, असर ऐसा ही होगा। मैं अपने आप को हिंदू मानता था वो टाइम पे। अब क्या मानते हैं? अब मैं हिंदू नहीं मानता हूँ, क्योंकि हमारी गिनती हिंदू धर्म में आज भी नहीं हो रही है। इतना हिंदुत्व का पोस्टर बॉय मुझे मीडिया ने बना दिया है। मुझे ऐसी उम्मीद नहीं थी कि मुझे मेरी तस्वीर इस तरह पूरा हिंदू चेहरा बन जाएगी या गुजराती का चेहरा बन जाएगी। लेकिन मेरा कभी स्वीकार नहीं हुआ गुजरात में। बाबा साहब को मानते हैं? बाबा साहब को मानता हूँ। बाबा साहब को क्यों ना मानूं? बाबा साहब ने देश का संविधान बनाया है, हमको सब अधिकार दिए हुए हैं, लेकिन आज भी बाबा साहब ने जो अधिकार दिया। ഇതാണ് അശോക് പാർമർ, ആ ചിത്രത്തിൽ കാണുന്ന പോസ്റ്റർ ബോയ്. 2 വശമുണ്ട് കേട്ടോ, 2 വശം. ഒന്ന്, ഇയാൾക്ക് സംഭവിച്ച സംഗതികളെക്കുറിച്ചാണ് പറയുന്നത്. അത് ഇതിനൊക്കെ വേണ്ടി പുറപ്പെടുന്ന ഒരുപാട് പേരോട് പറയുന്നൊരു കഥ എന്താണെന്നറിയോ? ഉപയോഗിക്കും, വികാരം നൽകും, തെരുവിലിറക്കും, വഴിയാധാരമായി പോവും. നാടും വീടും നശിക്കുമ്പോൾ ആരും ഉണ്ടാവില്ല നമ്മളെ ആരെയും സംരക്ഷിക്കാൻ. അതൊന്നാമത്തെ പാഠം. 2ാമത്തെ പാഠം, ഇങ്ങനെയൊക്കെയുള്ളത് കാണിക്കുന്നവന് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അന്ത്യം. അങ്ങനെയുണ്ട് അതിനകത്ത്. അതും നമ്മൾ അവഗണിച്ചുകൂടാ.